ഹലോ പീപ്പിൾ, ദിബിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജൂലൈ 12 ശങ്കർ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ചിത്രമാണ് ഇന്ത്യൻ 2. 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത്. 2.0 എന്ന സിനിമയ്ക്ക് ശേഷം 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശങ്കർ സംവിധാനം പോകുന്ന ഒരു സിനിമ എന്ന പ്രത്യേകത ഈ സിനിമയ്ക്കെല്ലാം ഉണ്ടായിരുന്നു. ട്രെയിലർ വരും മുമ്പേ, ട്രെയിലർ വന്നതിന് ശേഷം ഭയങ്കര ട്രോളാണ് ഈ സിനിമയ്ക്ക് ഏറ്റുവാങ്ങാൻ പറ്റിയിട്ടുള്ളത്. സിനിമ ഇറങ്ങിയപ്പോൾ അതിനെക്കാട്ടി ട്രോളാണ് സിനിമ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. സിനിമയെന്ന് പറയുന്നത് ഇന്ത്യൻ എന്ന് പറയുന്ന 96 സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 7 അയലോകത്ത് പോലും എത്തിയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ 2 എന്ന് പറയുന്നത് ആക്ഷൻസ് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ കണ്ടൻറ് വൈസ് അടിപൊളി സിനിമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം കഥ എഴുത്ത് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതൊരു 19K എന്ന് വെച്ചാൽ 90 കാലത്തിലുള്ള ഒരു ഇന്ത്യനും ഇത് 2024 ഇന്ത്യനും അങ്ങനെ വിചാരിച്ച് കണ്ടാൽ മതി. പിന്നെ ഇതിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തത്തേര അടിയായിട്ടാണ് മാറിയത്. അത് ഒരുപാട് വർമ്മങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ വർമ്മങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഒരു വർമ്മം, അദ്ദേഹം മെയിനായിട്ട് ആ ചൂണ്ടുവിരൽ അത് കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇന്ത്യൻ സിനിമയിൽ കാണിക്കും പോലെയല്ല. ഇതിലെ ആക്ഷൻസ് ഇത്തിരി ഓവറാണ് സംഭവത്തിൽ. കാരണം ഇത്രയും അന്ന് 72 വയസ്സുള്ള മനുഷ്യൻ നടക്കാനൊക്കെ ഇരിക്കാനൊക്കെ എത്തി ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് അത് വരുമ്പം അദ്ദേഹം ഒരു സൂപ്പർമാനെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്, ചാടി മറിഞ്ഞൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ അത് ചെറിയ അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എവിടെ ജീവിച്ചു, ഒരുപാട് മാർഷൽ ആർട്ട് ഉള്ള രാജ്യത്താണ് അദ്ദേഹം ജീവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 106 വയസ്സുണ്ടെന്നാണ് ശങ്കർ അവകാശപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാനൊക്കെ നല്ല പറ്റുന്ന ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ശരീരം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഇന്ത്യനും അതേപോലെ ഒരു കാണാൻ പറ്റത്തില്ല. ആ ഇന്ത്യനും ഈ ഇന്ത്യനും വളരെയധികം വ്യത്യാസമുള്ളൊരു സിനിമയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതൊരു 90 കാലഘട്ടത്തിലുള്ള ഇന്ത്യനും ഇതൊരു 2000 കാലഘട്ടത്തിലുള്ള ഇന്ത്യനും എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പിന്നെ കണ്ടൻറ് വൈസ് സിനിമ ഭീകരം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ജീവയുടെ അഭിനയവും ഇമോഷണൽ സീൻസ് ആയാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സിനിമ. പിന്നെ ഇന്ത്യൻ 3 ട്രെയിലർ അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കണ്ടന്റ് ഞാൻ പറയുന്നത് നമ്മളെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ശങ്കർ എന്ന സംവിധായകൻ. അദ്ദേഹത്തിന് അതിന് ഒരു നിരാശ വരുത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ റെഫറൻസും പിന്നെ അന്യൻ്റെ റെഫറൻസും 2.0 റെഫറൻസും എല്ലാം കയറി വന്നിട്ടുണ്ട് സിനിമയിൽ. അതൊക്കെ ഒരു പരിധിവരെ സഹിക്കാം. പക്ഷേ അതിൻ്റെ മ്യൂസിക് കൊള്ളൂല സത്യം പറഞ്ഞാൽ. ഈ സിനിമയാണ് അതിൻ്റെ മാട്ടാ പണിയെടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ കംബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞ സോങ് കൊള്ളാം. പിന്നെ ലാസ്റ്റുള്ള സോങ് കലണ്ടർ സോങ്ങൊക്കെ എടുത്ത് ദൂരെ ഇറങ്ങുന്ന സോങ് സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നോക്കണമെങ്കിൽ അതിന് A.R. റഹ്മാൻ സാറിന് സമ്മതിച്ചു കൊടുക്കണം. കാരണം 96 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് വലിയധികം ഒരു കമ്പോളം സൃഷ്ടിച്ചൊരു സിനിമയാണ് ഇന്ത്യൻ എന്നുള്ള സിനിമ. പക്ഷേ മ്യൂസിക് വൈസ് ഒരു അലമ്പ് സാധനം മ്യൂസിക് എന്ന് പറയുന്നത്. ഈ സിനിമ തീർച്ചയായിട്ടും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് ഇന്ത്യൻ. എന്നുവെച്ചാൽ ട്രോൾ മെറ്റീരിയൽ ആയിട്ടില്ല, എന്നുവെച്ചാൽ ഒരു കണ്ടൻറ്റ് ബേസ് നോക്കണേ. കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ആ കഥ ഭീകരമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആക്ഷൻ സീക്വൻസാണ് കയ്യിൽ നിന്ന് വിട്ട് പോയത്. പിന്നെ കമൽഹാസൻ്റെ പെർഫോമൻസ് അത്യാവശ്യം കൊള്ളാം, മോശമല്ലെന്നല്ല പറയണത്, കൊള്ളാം. അദ്ദേഹം ജീവയായിട്ടുള്ള ഒരു ഇമോഷണൽ സീൻസിന് തിയേറ്റർ ആരംഭം ചിരിച്ചെന്ന് ഒരുപാട് അഭിമുഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഇമോഷണലായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സിനിമ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ നല്ല ഒരു പൊളിറ്റിക്കൽ സിനിമ, അത്ര എനിക്ക് പറയാനുള്ളത്. ആക്ഷൻ സീക്വൻസിനെ കുറിച്ച് പറയാനില്ല. ഒരുപാട് സംഭവങ്ങൾ അയാൾക്ക് പറ്റിയൊരു ആക്ഷൻ സീക്വൻസ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ സിനിമ മെച്ചപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിച്ചേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെഗറ്റീവ് എന്നും പറഞ്ഞ സിനിമ കാണാതിരിക്കല്. നല്ല കണ്ടൻറ്റുള്ള സിനിമ തന്നെയാണ് ഇന്ത്യൻ 2 എന്നുള്ള ചിത്രം. കണ്ടു നോക്കുക, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.